السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരികളെ, സുഹൃത്തുക്കൾ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇഫ്താർ സംഗമം അതിൻ്റെ 2ാം സെഷനിലേക്ക് കടക്കുകയാണ്. നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായ ഒരു സമയമാണ് അസറിന് ശേഷം എന്നുള്ളത്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സമയമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുകയാണ്. എന്നായിരുന്നാലും ഇങ്ങനെയുള്ളൊരു കൂടിയിരിക്കൽ ആദർശ ബന്ധുക്കളും അള്ളാഹുവിൻ്റെ ഈ പള്ളിയുടെ സമീപത്തുള്ള പരിസരവാസികളും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ അള്ളാഹു പറഞ്ഞു, വജബത്ത് മഹബ്ബത്തി ലിൽ മുതഹാബ്ബീന ഫിയ്യ വൽ മുതജാലിസീന ഫിയ്യ വൽ മുതസാബിരീന ഫിയ്യ വൽ മുതബാദിരീന ഫിയ്യ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എൻ്റെ മഹബ്ബത്ത്, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്നേഹം അത് നിർബന്ധമായി ലഭിക്കുന്നവർ എനിക്ക് വേണ്ടി ഒന്നിച്ചിരുന്നവരാണ്, എനിക്ക് വേണ്ടി സ്നേഹിച്ചവരാണ്, എനിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരാണ്, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരാണ്. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീന്, അവൻ്റെ മതം, അവൻ്റെ പള്ളി, അവൻ്റെ ഖുർആൻ, അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ മഗ്രിബ് വരെ ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നിർബന്ധമായും ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സംഘം ആളുകളിൽ നാം ഉൾപ്പെടുകയും നല്ല നെയ്യത്തോടു കൂടി ഇരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രസ്ഥാനം എന്ന വിഷയം അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഒരു ആധികാരികമായ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന പള്ളിയും പരിസരങ്ങളും, ഇതുപോലുള്ള അനേകം പള്ളികളും അനേകം സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുര ശുശ്രൂഷ രംഗത്തുള്ള സ്ഥാപനങ്ങളും ഒരുപാട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഏതൊരങ്ങാടിയിൽ ചെന്നാലും ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെ നമസ്കരിക്കാനുള്ള ഇടങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ മുക്കുമൂലകളിലും കണ്ടുവരികയാണ്.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന പള്ളികൾ ഇന്ന് ദൂരെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ ഈ കോട്ടക്കലും പരിസരങ്ങളിലൊക്കെയും തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുക. ഈ അങ്ങാടിയിൽ ഒരു പെണ്ണ് അവൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വാതായനം തുറന്നിട്ട പള്ളികൾ ഇന്ന് ഒന്നല്ല രണ്ടല്ല ഒരുപാട് പള്ളികൾ ഇന്ന് ഇവിടെയുണ്ട്. വെള്ളിയാഴ്ച ജുമുഅക്ക് മുകളിൽ നിന്നുകൊണ്ട് മിമ്പറിൽ നിന്ന് പറയുന്ന വിഷയം എന്താണ് എന്ന് പഠിക്കാൻ അറിയാൻ എനിക്കൊന്ന് മനസ്സിലാക്കണം എന്ന ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ ഈ പരിസരങ്ങളിൽ വന്നുപെട്ടാൽ അദ്ദേഹത്തിന് മലയാളത്തിൽ അവന്റെ ഭാഷയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന പള്ളികൾ ഖുതുബകൾ ഇഷ്ടം പോലെ നമുക്ക് ലഭ്യമാകുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും വലിയ അനുഗ്രഹീതരാണ് എന്നാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന് വിധേയമായവരാണ്. കാരണം ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ തല്ലുകൊണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മലയാളത്തിൽ ഖുതുബ നടത്തുന്നതിന് വേണ്ടി ഇവിടെ കൂക്കുവാക്കുകൾ വിളികൾ കേട്ടിട്ടില്ല. ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി ഈ ഇരിക്കുന്നവരിൽ ആരും തന്നെ അവന്റെ ഒരു കളിയാക്ക് വാക്കുകൾ കേട്ടിട്ടില്ല. മഹല്ലുകളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അവരവരുടെ മയ്യത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം മറവ് ചെയ്യാതിരുന്നിട്ടില്ല. അവർക്കാർക്കും തന്നെ ആരുടെ പക്കൽ നിന്നും ഒരു ഏറോ എന്തെങ്കിലും ഒരു കൂക്കുവിളികളോ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും വലിയ അനുഗ്രഹീതരാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു സത്യത്തിന്റെയും നീതിയുടെയും മതത്തിന്റെയും അടിത്തറയായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നും ആ പ്രമാണങ്ങളിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനുള്ള വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെയും കടന്നു വന്നത് വിരിക്കപ്പെട്ട വിധാനത്തിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇസ്ലാമിന്റെ സുന്ദരമായ നന്മ, ഇസ്ലാമിന്റെ സുന്ദരമായ കാര്യം, ഇസ്ലാമിന്റെ നന്മകൾ ഒരു മനുഷ്യന് മനസ്സിലാക്കണമെങ്കിൽ ജാഹിലിയത്ത് തിരിച്ചറിയണം എന്ന് അദ്ദേഹം പറയാറുണ്ട്. ജാഹിലിയത്ത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അല്ലാഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ അത് കൃത്യമായി ചൊല്ലിക്കൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിന്റെ മധുരം നുണയാൻ അവന് ഭാഗ്യം ലഭിക്കുന്നത് ഈ ഇസ്ലാം കടന്നു വന്ന വഴികൾ വഴിത്താരുകൾ അവൻ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ കോട്ടക്കലിനെ പോലെയുള്ള നഗരത്തിൽ ഒരു 10 വർഷം 15 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ വന്നാൽ കാണുന്നില്ല. നമുക്കറിയാം ഈ പ്രസ്ഥാനം കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് വിദേശങ്ങളിലും സംഘടിതമായി ഈ ദഅവാ പ്രവർത്തനങ്ങളും മതപ്രവർത്തനങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ അടിത്തറയായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന അതിവിശാലമായ ഒരുപാട് ചില്ലകളുള്ള ഒരു വടവൃക്ഷമായി കൊണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം വളരുകയാണ്. പ്രാസംഗികനായ ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ സ്വീകരിക്കുക മാത്രമല്ല, എന്നെ തിരിച്ചറിയുക മാത്രമല്ല, എനിക്ക് വേണ്ട ഒത്താശകൾ മുഴുവൻ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. സംഘാടകർക്കും സംഘടിപ്പിക്കുന്നവർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലൂന്നിയ മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യമുള്ള, അതിന് സ്വാധീനമുള്ള ഒരു വിരിച്ച വിധാനത്തിലേക്കാണ് വന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ മലയാളത്തിൽ ഖുതുബ പറയുന്ന ഇടങ്ങളുണ്ട് ഇവിടെ. സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന അവസ്ഥകൾ ഇവിടെയുണ്ട്. അവിടെ ഒരുപാട് ഇസ്ലാഹി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നാൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഒരുപാട് സ്വാധീനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയുണ്ടായി? ഒരു സുപ്രഭാതത്തിലുണ്ടായതാണ്. ഇത് വളരെ ലളിതമായി വളരെ ലാഘവത്തോടു കൂടി കിട്ടിയതാണ്. ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ തലമുറയെ, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മഹാനായ സയ്യിദ് മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലൂന്നിയ ഒരു പ്രഭാഷണം പൊന്നാനിയിൽ വെച്ചുകൊണ്ട് നടത്തുമ്പോൾ
ആ പൊന്നായിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ ഖുർആനും സുന്നത്തും ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ അത്ഭുതം കൂറി. ഇങ്ങനെ ഖുർആനും ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നു എന്നതോടുകൂടി ആളുകൾ തടിച്ചുകൂടി. ആ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടത്താണിയിലുള്ള സയ്യിദ് മൗലവിയെ ഒരു പറ്റം ആളുകൾ കയറി വന്ന് സ്റ്റേജ് കയ്യേറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ഓലപ്പടക്കത്തിന്റെ മാലകൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനെ വധിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ശ്രമിച്ചത് ഈ അടുത്ത കാലത്താണ് എന്നത് നാം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന് പ്രയാസമായി. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്നിട്ട് ആ മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മാലപ്പടക്കം ചാർത്തിയവർക്കുണ്ടായിരുന്ന വിഷയം എന്താ? പടച്ചവനെ മാത്രം എന്ന് പറയുന്ന, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന, ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്ന് പറയുന്ന, റബ്ബിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ ശബ്ദം ഇവിടെ ഒരിക്കലും തന്നെ ഉയരാൻ പാടില്ല. അതുകൊണ്ട് അത് പറയുന്നവന്, അത് പറയുന്ന സ്റ്റേജുകളെ, അത് പറയുന്ന സംഘത്തിനെ ഇല്ലായ്മ ചെയ്യാൻ, നിഷ്കാസനം ചെയ്യാൻ ഇരുട്ടിന്റെ ശത്രുക്കൾ, വെളിച്ചത്തിന്റെ ശത്രുക്കൾ, ഇരുട്ടിന്റെ വക്താക്കൾ ആ പണ്ഡിതനെ ക്രൂരമായി സ്റ്റേജിൽ വെച്ചുകൊണ്ട്, ആളുകളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് അവമതിക്കുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തത് ഈ അടുത്ത കാലമാണ്. മാത്രവുമല്ല, അമാനി മൗലവി എന്ന് പറയുന്ന, അലവി മൗലവി എന്ന് പറയുന്ന എടവണ്ണയിലുള്ള പണ്ഡിതൻ ഒരു പ്രഭാഷണം കഴിച്ചു പോരുന്ന വഴിക്ക് അദ്ദേഹത്തെ ചില ആളുകൾ കൊണ്ടുപോവുകയാണ് ഭക്ഷണത്തിന് എന്നും പേര് പറഞ്ഞു. അവർ അദ്ദേഹത്തെ വധിക്കാനായിരുന്നു കൊണ്ടുപോയിരുന്നത്. അവസാനം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം അവരോട് യാചിക്കുന്നു, ഞങ്ങൾക്ക് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കണം. ആ നമസ്കരിക്കുന്ന സമയത്ത് മറ്റുള്ള മനുഷ്യന്മാർ വേറൊരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. പച്ചയായ മനുഷ്യരെ ഈ കേരളത്തിന്റെ മണ്ണിൽ വളരെ കുറഞ്ഞ സമയത്തിന് മുമ്പായി കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും വളരെ ക്രൂരമായി ആളുകൾ പെരുമാറിയത് എന്തിനായിരുന്നു എന്നത് ഈ സമയത്ത് ഞാനും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂരങ്ങാടിയിലേക്ക് നടന്നു വരുന്ന KP മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിന്റെ അധ്യാപകനായ KM മൗലവി, കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളായ രണ്ടാളുകൾ തീവണ്ടി ഇറങ്ങി പരപ്പനങ്ങാടിയിൽ നിന്ന് നടന്നു വരുമ്പോൾ ക്ഷീണിച്ചപ്പോൾ ഒരു ചായക്കട ചൂണ്ടിക്കൊണ്ട് KNMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് മൗലവി KM മൗലവിയോട് ചോദിച്ചിട്ടുണ്ട്, മൗലവി നമുക്ക് ആ ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചാൽ എന്താ? KM മൗലവിന് മറുപടി പറഞ്ഞത്, മുഹമ്മദേ, നിനക്കറിയില്ലേ, വഖാബിയായ എനിക്ക് ഈ പ്രദേശങ്ങളിലുള്ള ഒരു ചായക്കടയിൽ നിന്ന് ഒരിറ്റ് വെള്ളം തരാൻ പാടില്ല എന്ന് ഇവിടെയുള്ള മതമേലാളന്മാർ അവർ പ്രഖ്യാപിച്ചത് നിനക്കറിയില്ലേ? കയ്യിൽ കാശുണ്ടായിട്ടും ശക്തമായ ദാഹമുണ്ടായിട്ടും ഒരു ചായ കുടിക്കാൻ പോലും ഈ സമൂഹം, ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് അനുവാദം നൽകിയിട്ടില്ല എന്നത് ചരിത്രത്തിന്റെ പിന്നോട്ട് പോയാൽ കാണാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മുജാഹിദായതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് അവരുടെ വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് എടുക്കുന്നു. പള്ളിക്കമ്മറ്റിക്കാർ പറയുന്നു, ഞങ്ങളുടെ പള്ളിപ്പറമ്പിൽ ഈ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ പറ്റില്ല. അവർ അവിടെ ഇട്ടേച്ചു കൊണ്ടുപോരുന്നു. ആ പള്ളിയുടെ ഭാരവാഹികൾ ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ദിവസങ്ങളോളം ഒരു മുജാഹിദ് പ്രവർത്തകന്റെ മയ്യത്ത് വീട്ടിന്റെയും അതുപോലെ തന്നെ പള്ളിയുടെയും പരിസരങ്ങളിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ കാരണമെന്തായിരുന്നു എന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുന്ന ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, സാധാരണക്കാര് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്ന തെറ്റ്? എന്തായിരുന്നു അവർ ചെയ്ത ദ്രോഹം? എന്തായിരുന്നു അവർ ഈ നാട്ടിൽ ചെയ്തത്? അതേ ഈ നാട്ടിൽ അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ലോകത്ത് അമ്പിയാക്കന്മാർ അഖിലവും പറഞ്ഞ, പ്രവാചകന്മാർ മുഴുവനും പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഈ ഒരു വിഷയമായിരുന്നു ആ പണ്ഡിതന്മാർക്കെതിരെ ഇവിടെയുള്ള സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അവരെ ആക്രമിക്കാനുണ്ടായ കാരണം. ഒരു പ്രവാചകനെയും ലോകത്ത് നാം നിയോഗിച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പായി കൊണ്ട് ഓരോ പ്രവാചകനും അഥവാ 1,24,000 പ്രവാചകന്മാർ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ പറഞ്ഞ പല വർത്തമാനങ്ങളുണ്ട്.
പല രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്. സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ സംവദിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയും ഉച്ചസ്ഥരം ഒന്നടങ്കം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലാഹുവിനെ മാത്രമേ ഇലാഹാക്കാൻ പാടുള്ളൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അതായിരുന്നു ലോകത്ത് വന്ന പ്രവാചകന്മാർ പറഞ്ഞിരുന്നത്. ആ പ്രവാചകന്മാരെ ജനങ്ങൾ പൂമാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങൾ അവരെ പരവതാനി പിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാ വയഖ്തുലൂന അൻ-നബിയ്യീന ബിഗൈരി ഹഖ് വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽഖിസ്ത് മിനൻ നാസ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ജനങ്ങളെ കൂട്ടത്തിൽ മുൻ കാലഘട്ടങ്ങളിൽ അമ്പിയാക്കന്മാരെ ജനങ്ങൾ അനർഹമായി അന്യായമായി വധിച്ചിട്ടുണ്ട്, കൊന്നുകളഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ സത്യം പ്രബോധനം ചെയ്യുന്ന, തൗഹീദ് പ്രബോധനം ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളെയും അവർ ദേഹോപദ്രവം വരുത്തിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാണ്. ആര്? അല്ലാഹുവിന്റെ ശത്രുക്കളായ, ആദർശത്തിന്റെ ശത്രുക്കളായ, തൗഹീദിന്റെ ശത്രുക്കളായ ശിർക്കിന്റെ ആളുകൾ. ഏത് സമയത്തും അതുമായി വരുന്ന ആളുകളെ അവരുടെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും ജനിച്ച സ്ഥലത്ത് ഒരിക്കലും അവർക്ക് മരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നത്. അവരുടെ നാടുകളിൽ നിന്ന് ഇത് പറഞ്ഞതിന്റെ പേരിൽ അവരെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയും വേറെ രാജ്യങ്ങളിലേക്ക് അവർ ഹിജ്റ പോകുകയും ചെയ്തത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? നാട്ടിൽ വന്നുകൊണ്ട് അധികാരം ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് ഏതെങ്കിലും പ്രവാചകൻ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് വേണമെന്നോ, നിങ്ങളുടെ നാട്ടിലെ വല്ല കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്നോ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. മറിച്ച് റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ്, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന്റെ മുമ്പിൽ മാത്രമേ നേർച്ച വഴിപാട് പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അവനോട് മാത്രമേ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് എനിക്കെന്റെ റബ്ബ് മാത്രം മതി എന്ന ഒരു കൃത്യമായ ആദർശം. അതാണ് ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ ജനങ്ങളോട് സംവദിച്ചത്. അതിന്റെ പേരിലായിരുന്നു അവരിൽ പല ആളുകളെയും ശത്രുക്കൾ കൊന്നൊടുക്കിയത്, അവരിൽ പല ആളുകളെയും നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത്. അതിന്റെ പേരിലായിരുന്നു തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞുപോയ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഈ കേരളത്തിലെ വളരെ വർഷങ്ങൾക്ക് തൊട്ടുമുമ്പായി കൊണ്ട് അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും സത്യത്തിൽ ആ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഈ നാട്ടിലുള്ള ആളുകളെ ഒരു നിലക്കും ശല്യപ്പെടുത്തിയിട്ടില്ല. ഇവിടെ അധികാരം ചോദിച്ചിട്ടില്ല, ഇവിടുത്തെ പണം ചോദിച്ചിട്ടില്ല, ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും പണം ഞങ്ങളുടെ പോക്കറ്റിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൃത്യമായി ജനങ്ങളിൽ പഠിപ്പിച്ചപ്പോഴാണ് ഈ പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും അവർക്കുണ്ടായത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ കണ്ണിലുണ്ണിയായിരുന്നു അവർക്ക് ജനങ്ങൾക്ക്. അല്ലമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അല്ലമീൻ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന പ്രവാചകൻ എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ ആദരിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് അതിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് സഫാ കുന്നിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തബ്ബലത് അലിഹാദാ ജമാഅതനാ സായിറൽ അയ്യാം എന്ന് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ചോരയിൽ പിറന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബൂലഹബായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം മുതൽ ഏകദേശം 13 കൊല്ലക്കാലം വരെ ഹിജ്റ പോകുന്നത് വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും മക്കയിൽ അനുഭവിച്ചിരുന്ന തീക്ഷ്ണമായ പ്രതിസന്ധികൾ സത്യത്തിൽ അവർ അധികാരം ചോദിച്ചത് കൊണ്ടല്ല, അവരുടെ സമ്പത്ത് കവർന്നെടുത്തത് കൊണ്ടല്ല, അവിടെ പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയത് കൊണ്ടല്ല, അവിടെ നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടല്ല, മറിച്ച് പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ നൽകിയ ചാർജ് ഷീറ്റ് എന്തായിരുന്നു? പ്രവാചകൻ വന്നുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ സഹായം തേടുന്ന, ഞങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഈ ആരാധ്യന്മാരെ മുഴുവനും ഒഴിവാക്കി
ഒഴിവാക്കിക്കൊണ്ട് ഒരേ ഒരാരാധ്യനായ അല്ലാഹുവിനെ മാത്രം എന്നാണോ മുഹമ്മദ് പറയുന്നത്, അതിന് സമ്മതിക്കില്ല എന്നായിരുന്നു അവരുടെ ചാർജ് ഷീറ്റ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്ന് വിരിച്ച വിധാനത്തിലൂടെ, വിരിച്ച വിരിപ്പിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ നന്മകളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ, ഈ പ്രസ്ഥാനത്തിന് മുമ്പ് ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതാണ് സത്യത്തിൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, അവരാർക്കും തന്നെ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടില്ല. അവിടെ വീടുകളിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തരണം ചെയ്യാതെ അവരൊക്കെയും ഈ പ്രസ്ഥാനം ഉച്ചസ്ഥരം പറയുന്ന ആദർശത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്തു. ഇന്ന് എന്തൊരു മനോഹരമാണ് ഈ വിശുദ്ധ ഖുർആൻ, നമ്മുടെ മുന്നിലുള്ള ഖുർആൻ. ഈ ഖുർആൻ പരിഭാഷ പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന പൗരോഹിത്യം നമ്മുടെ നാടുകളിൽ ഉണ്ടായി. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ, ഖുർആൻ വിവർത്തനം ചെയ്യുന്നതിനെതിരെ സാധാരണക്കാരായ മനുഷ്യന്മാരെ ഉത്ബോധനം നടത്തുന്ന, അവർക്ക് അതിൽ നിന്ന് ജാഗ്രത പുലർത്താൻ പറയുന്ന പുസ്തകമിറക്കിയ ആളുകൾ ഈ ഖുർആൻ ജനങ്ങൾക്ക് മനസ്സിലാകണം എന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല. ഈ ഖുർആൻ കുടിയോത്തിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മരിച്ചവരുടെ അടുത്തായിരുന്നു. ഒരു മനുഷ്യന്റെ മരണം അവന്റെ പൾസ് നോക്കി ഉറപ്പാക്കിയതിനു ശേഷം മരിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുകയായിരുന്നു നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നത്. സൂറത്ത് യാസീൻ മരിച്ച ആളുടെ അരികിൽ നിന്നുകൊണ്ട് ഓതുമ്പോൾ എന്ന ആയത്ത് ആ സൂറത്ത് യാസീനിലൂടെ ഓതാറുണ്ടായിരുന്നു. എവിടെയാണ് അതിന്റെ അർത്ഥം? ഈ പ്രവാചകരെ, ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് തന്നിരിക്കുന്നത് ജീവനുള്ള മനുഷ്യർക്ക് ഉത്ബോധനം നൽകാനാണ് എന്ന ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്ത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം, ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഓതിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമാണോ? മരിച്ച മയ്യത്ത് മറവ് ചെയ്യപ്പെട്ടാൽ ആ ഖബറിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിരുന്നത് ഇവിടെ സാധാരണ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജാഹിലിയത്തുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജാലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത്. എന്താണ് വീട് ഖബറാക്കുക എന്ന് പറഞ്ഞാൽ? ഖബർസ്ഥാൻ, അവിടെ ശ്മശാനം, അവിടെ മൂകമാണ്, അവിടെ നിശബ്ദമാണ്, അവിടെ ഖുർആൻ ഓതാൻ പാടില്ല. ആ ഖുർആൻ ഓതാൻ പാടില്ലാതെ അവിടെ മൂകമായ നിശബ്ദമായ ഒരവസ്ഥ നിങ്ങളുടെ വീടുകളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണം. വീടുകൾ ഖുർആൻ ഓതാതിരുന്നാൽ അത് ഖബറുകളായി മാറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ, ഖബർ കുമ്മായമിടുന്നതും ഖബർ കെട്ടിപ്പോക്കുന്നതും ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ട് പോലും ഈ വിശുദ്ധ ഖുർആൻ ഓതിയിരുന്നത് മരിച്ചാളുടെ അടുത്തും അതുപോലെ തന്നെ ഇവിടെ ഖബറിന്റെ മുകളിൽ വെച്ചുകൊണ്ടായിരുന്നു. ഈ പ്രസ്ഥാനം ഇതിനു വേണ്ടി പണിയെടുത്തതും ഇതിനു വേണ്ടി വളരെ ശക്തമായ രൂപത്തിൽ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പിന്നിലാണ് ഇപ്പോൾ നിങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ പ്രസ്ഥാനത്തിന്റെ നന്മകൾ പറഞ്ഞാൽ ഒരിക്കലും തന്നെ തീരുകയില്ല. ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, കേരളത്തിന്റെ ചരിത്രം ഉത്തരേന്ത്യകളെ പോലെ എല്ലാ നിലക്കും പിന്നോട്ട് പോയി എല്ലാ പിന്നോക്കം നിൽക്കുന്ന സമൂഹമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പരിശോധിച്ചു നോക്കുകയും ആ പരിശോധനയിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ നേരിട്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇത്തരണത്തിൽ ഓർക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു മുജാഹിദ് അനുഭാവിയുടെ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഖുർആൻ പരിഭാഷ ആർക്കാണ് സഹോദരന്മാരെ ഇല്ലാത്തത്? ഖുർആൻ പരിഭാഷ ഇന്ന് എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ക്ലാസുകൾ, പ്രത്യേക സൂറത്തുകൾ, പ്രത്യേക അധ്യായങ്ങൾ, അതിന്റെ പണ്ഡിതന്മാരുടെ ഫ്ലക്സുകൾ നമ്മുടെ നാടുകളിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ ഓർക്കാതെ കേരളത്തിലുള്ള ഒരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഖുർആൻ അത് പരിഭാഷപ്പെടുത്തി ഖുർആൻ ക്ലാസ് നടത്തി എന്നതിന്റെ പേരിൽ ഖുർആൻ ക്ലാസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച
നിഷേധിച്ചവർക്ക് ജനങ്ങൾക്ക് ഖുർആൻ എന്ന ഈ ഗ്രന്ഥം ഈ ലോകത്തും പരലോകത്തും അവരുടെ നന്മയ്ക്ക് വേണ്ടി പടച്ച തമ്പുരാൻ സമ്മാനിച്ച സമ്മാനം ഈ ഖുർആനിലുള്ളത് എന്താണ് എന്ന് അറിയേണ്ട ബാധ്യത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അത്യാവശ്യങ്ങളിൽപ്പെട്ടതാണ്. എനിക്ക് ഒരു മനുഷ്യൻ ഒരു വളരെ ദുർഘടമായ വഴിയിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് നല്ല ലൈറ്റുള്ള ഒരു ടോർച്ച് തന്നിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം, ഈ ടോർച്ച് അടിക്കണം, അവിടെ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ടോർച്ച് അടിച്ചുകൊണ്ട് ആ ദുർഘടമായ വഴിയിലൂടെ എനിക്ക് പോറലൊന്നും ഏൽക്കാതെ ഞാൻ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകിയത് നമുക്കൊരു വിളക്കായി, നമുക്കൊരു ടോർച്ചായി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ തന്നെ തടുക്കുവാനും സൂക്ഷിക്കുവാനുമുള്ള ഒരു വളരെ ശക്തമായ ഒരു വെളിച്ചം വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിൽ തന്നിട്ട് ആ ഖുർആൻ ആയുസ്സിനിടയ്ക്ക് ഒന്ന് എടുത്തു നോക്കി എന്റെ റബ്ബ് എന്നോട് പറയുന്നത് എന്താണ് എന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ എത്രമാത്രം വലിയ വിഡ്ഢികളാണ്, എത്ര വലിയ ഹതഭാഗ്യവാന്മാരാണ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാ? ഇവിടുന്ന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഈ ചെറിയ ന്യൂനപക്ഷമായ ഈ സംഘശക്തിയാണ് സത്യത്തിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്കുള്ളതാണ്, പഠിക്കണം, അത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്ബോധനങ്ങൾ നടത്തിയത് ഒന്നല്ല രണ്ടല്ല, എന്തൊക്കെ വിഷയങ്ങളാണ്. അവസാനത്തെ പത്തിൽ എന്ത് ചെയ്യണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് അജ്ഞമാകും. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകനാണ്. ഈ റമദാൻ ആയതോടുകൂടി ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ ഒരു ക്വിസ് മത്സരത്തിന് വേണ്ടി കുറച്ച് ചോദ്യങ്ങളുണ്ട്, മക്കളെ നിങ്ങളെല്ലാവരും പേൻ എടുത്ത് എഴുതണം. ഞാൻ ആദ്യം വെറുതെ അവരോടൊന്ന് ചോദിച്ചു, ഖുർആൻ ഇറങ്ങിയത് ഏത് മാസത്തിലാണ്? സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 15 കൊല്ലത്തെ കാലമല്ല, മുമ്പത്തെ കാലമല്ല, അരനൂറ്റാണ്ട് മുമ്പത്തതല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു നാട്ടിലുള്ള ഒരുപാട് 40ഓളം വിദ്യാർത്ഥികളുള്ള ആ ക്ലാസുകളിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഏത് മാസമാണ് മക്കളെ? നിങ്ങളൊന്ന് എഴുതണം. 2 കുട്ടികളാണ് പരിശുദ്ധ റമദാൻ എന്ന് എഴുതി, ബാക്കി മുഴുവൻ എഴുതിയത് ശഅബാൻ മാസത്തിലാണ്. എന്താണ് ഇതിന് കാരണം? കുട്ടികൾക്ക് തെറ്റിയതാണോ? അല്ല, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണെന്നും ശഅബാൻ 15-നുള്ള ദിവസം ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് ബറാഅത്ത് രാവ്? എന്തുകൊണ്ട് അത് പ്രത്യേക ആരാധന? എന്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഈ ശഅബാൻ 15-നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അന്ന് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയുന്ന വിദ്യാർത്ഥികൾ ഈ സമൂഹത്തിന്റെ കൂടപ്പറപ്പുകളായിരുന്നു. അള്ളാഹുവിനെയും പ്രവാചകരെയും അതിന്റെ സ്രോതസ്സുകളിൽ നിന്നെടുക്കാതെ കാലയും കീലയുമായി കൊണ്ട് ഓരോരുത്തർക്ക് തോന്നുന്നത് ഓരോരുത്തർക്ക് മതമായി ഇവിടെ വിദ്യാർത്ഥികൾ പടർന്ന് പന്തലിക്കുകയായി. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പോൾ വളർന്നു വരുന്ന ഒരു കുട്ടി മനസ്സിലാക്കുന്നത് റമദാൻ മാസത്തിലല്ല, ശഅബാൻ മാസത്തിലാണ്. ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ നസ്സാക്കി പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ നസ്സാക്കി പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, പവിത്രമായ അനുഗ്രഹീത രാത്രിയാണ് വിശുദ്ധ ഖുർആൻ എന്നിറങ്ങിയ വരക്ഷതമായത്തുകളും ഹദീസുകളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും പുരോഹിതന്മാർ സമൂഹത്തിനെ കൊണ്ട് പഠിപ്പിക്കുന്നത് ഖുർആൻ ഇറങ്ങിയ മാസം അത് ശഅബാൻ മാസമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ കുനിഞ്ഞു കൂടുകയായി. അവിടെയാണ് വെള്ളി വെളിച്ചം പോലെ ഈ പ്രസ്ഥാനം കടന്നു വരികയും മനുഷ്യന് ആവശ്യമുള്ളതെന്താണ്, മനുഷ്യന് പരലോക രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തും ഓതി വിശദീകരിച്ചു ജനങ്ങൾക്ക് പഠിപ്പിച്ച് വെളിച്ചം കാണിച്ചു കൊടുത്ത പ്രസ്ഥാനം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി
വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവർ തീർത്തും അജ്ഞതയിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. ഡാർക്ക് ഏജ്, ജാഹിലിയത്ത് എന്നാണ് പറയുന്നത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ലക്കും ലഗാനുമില്ലാതെ തോന്നിയ പോലെ ജീവിച്ചിരുന്ന ജാഹിലിയ അറബികളെ ഖൈറു ഉമ്മത്തായി കൊണ്ട് ഇസ്ലാം മാറ്റിമറിച്ചതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ നടത്തിയ അതിശക്തമായ വിപ്ലവകരമായ പ്രവർത്തനം എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ വന്നുകൊണ്ട് ചെയ്തതെന്താണ്? അത്ഭുതകരമായ മുഅ്ജിസത്തുകൾ കാണിച്ചുകൊണ്ടല്ല, വിശുദ്ധ ഖുർആൻ എന്ന ഈ ഗ്രന്ഥം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന്റെ വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ തിരുസുന്നത്തും ആ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ്. കാടന്മാരായിരുന്ന വെക്കുല്ലകാരമില്ലാതെ മദ്യപിച്ചിരുന്ന ചെറുനിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാടന്മാരായ പ്രാകൃതരായ അസംസ്കൃതരായ ഒരു ജനവിഭാഗത്തെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതർ എന്ന രൂപത്തിൽ സർട്ടിഫൈ ചെയ്യാൻ മാത്രം ഉന്നതന്മാരാക്കി മാറ്റിയത് ഖുർആൻ പറയുന്നത്. നമ്മുടെ കൈകളിലുള്ള ഈ ഖുർആൻ അതിന്റെ വിശദീകരണമായ തിരുസുന്നത്ത്, ഖുർആനും തിരുസുന്നത്തും ജനങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ജനങ്ങൾക്ക് മാറ്റമുണ്ടായത് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ പറ്റി പറയുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ ചെയ്തത് എന്താണ്? ഈ നാട് സത്യത്തിൽ ഇരുട്ടിലായിരുന്നു. ആരാധിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ പറ്റി അറിയില്ല. കല്ല്, കരട്, കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ ഇവിടെയുള്ള മുസ്ലിം സമുദായം അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ചു നിൽക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഖബറുകളിലായിരുന്നു ഇവിടെയുണ്ടായിരുന്ന ആളുകളുടെ ആത്മീയ കേന്ദ്രങ്ങൾ. ഖബറുകൾ സന്ദർശിക്കുകയും ഖബറാളിയോട് പ്രാർത്ഥിക്കുകയും ഖബറാളിയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ എന്റെ അസുഖം മാറ്റി തരണമേ, എന്റെ പ്രയാസം ദൂരീകരിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആളുകൾ വിശ്വസിച്ചിരുന്നത്. അള്ളാഹുവിനെ അവർക്ക് തിരിച്ചറിയാം. പക്ഷെ അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന കേൾക്കുകയില്ല, അത് ഫീസായി പോകുമെന്നാണ് പുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചത്. നമ്മൾ കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് അത് സബ് കണക്ഷൻ ആയിക്കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബൾബ് കത്തുന്ന പോലെ അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ നിന്നും നേർക്ക് നേരെ ഒരു ബൾബ് എടുത്താൽ അത് ഫീസാകും പോലെ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അസാധുവായി തീരും. നേർക്ക് നേരെ പ്രാർത്ഥിച്ചാൽ എന്നിവിടെ ജൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല അള്ളാഹു സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും പരീക്ഷിച്ച പോലെ അവിടെ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. ആരോട്? ആദമിന്റെ മുമ്പിൽ അവിടെയുള്ള മലക്കുകളോട് മുഴുവൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അവസാനം ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച് ഇബ്ലീസ് അള്ളാഹുവിന്റെ അടിമയായ ആദം അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ്. അതെന്തായിരുന്നു? അഹങ്കാരം, സവർണ മേധാവിത്വമായിരുന്നു. തീയിനാൽ സൃഷ്ടിച്ച ഞാൻ മണ്ണിനാൽ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുകയോ? പക്ഷെ അതുപോലും നമ്മുടെ നാടുകളിൽ ഇവിടെയുള്ള ഖുബൂരി പ്രസ്ഥാനങ്ങൾ ഖബറാളികളോട് പ്രാർത്ഥിക്കുവാനും ഖബറാളിയോട് സഹായം ചോദിക്കുവാനും കാരണമാക്കി ജനങ്ങളോട് പറഞ്ഞു. ഇവർ ഈ പ്രസ്ഥാനക്കാർ, മുജാഹിദ് പ്രസ്ഥാനക്കാർ എന്ന് പറയുന്നത് അവർ ഇബ്ലീസിന്റെ ആളുകളാണ്, അവർ പിശാചിന്റെ ആളുകളാണ്. കാരണം പിശാച് അള്ളാഹുവിനോട് പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങൾ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ, ഞങ്ങൾ ആദമിന് ഒരിക്കലും സുജൂദ് ചെയ്യുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു കൽപ്പന ആദമിന് സുജൂദ് ചെയ്യാം, അത് നിർവഹിക്കേണ്ട ബാധ്യത മലക്കുകൾക്കും ജിന്നുകൾക്കും ഉണ്ടെങ്കിൽ ആ ജിന്നുവർഗത്തിലെ ഇബ്ലീസ് ഹസ്തത്തിൽ സുജൂദ് ചെയ്യാതിരുന്നത് കാരണം പറയുന്നത് തീയിനാൽ സൃഷ്ടിച്ച ഞാന് മണ്ണിനാൽ സൃഷ്ടിച്ച ആദമിന് അഥവാ എന്നേക്കാളും ജന്മം കൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടവന് ഞാനൊരിക്കലും സുജൂദ് ചെയ്യുകയില്ല. പക്ഷെ പൗരോഹിത്യം ഇവിടെ പറഞ്ഞെന്താറിയോ? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ഇബ്ലീസ് അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുകയുള്ളൂ. അത് ഇബ്ലീസിന്റെ പാർട്ടികളാണ്. നോക്കി നിങ്ങൾ, ഈ വിഷയം എത്രമാത്രം വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ നാട്ടിൽ പോയിരുന്നു. കല്ലുകളോട്, മരങ്ങളോട്,
കുട്ടികളോട് എന്തൊക്കെയായിരുന്നു. ഓരോ ജാരങ്ങളിൽ പ്രത്യേകമായ പോരിശകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ ചൂഷണം ചെയ്യുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരുപാട് നേർച്ച കോമരങ്ങൾ, നേർച്ച പൂരങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്ന മതപരമായിട്ടുള്ള ഒരുപാട് വലിയ വലിയ പരിപാടികൾ. ആ നേർച്ചക്ക് ആനയുണ്ട്, അമ്പാരിയുണ്ട്, കൊട്ടുണ്ട്, കുറവയുണ്ട്, പടക്കങ്ങളുണ്ട്, അവിടെ പല രൂപത്തിലുള്ള നൃത്തങ്ങളുണ്ട്, അവിടെ ഊഞ്ഞാലുകളുണ്ട്. ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരങ്ങൾ മുഴുവനും കടമെടുത്തുകൊണ്ട് ഈ നാട്ടിൽ നടന്ന നേർച്ച എങ്ങനെയാണ് സഹോദരന്മാരെ ഈ കോട്ടക്കലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയപ്പെട്ടത് എന്നത് പരിശോധിക്കേണ്ട ബാധ്യതയുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിന്റെ വളരെ ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിട്ട്, അഥവാ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തിനെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ 900 ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യൻ ഭീതിയിലായിരുന്നു, പേടിയിലായിരുന്നു. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പേടി. അവിടെ ജിന്നിന്റെയും ശൈത്താന്റെയും സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് മനുഷ്യനെ കുരുക്കിലിട്ടുകൊണ്ട് മനുഷ്യരുടെ ചങ്ങലക്കെട്ടുകൾ ഇവിടെയുള്ള പൗരോഹിത്യം ഉണ്ടായിരുന്നു. പള്ളികൾ കാട്ടിലായിരുന്നു. കാട്ടിലുള്ള പള്ളിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ സുബഹി നമസ്കരിക്കാൻ പോകാൻ പോലും അവന് ഭയമായിരുന്നു. കാരണം റൂഹാനിയും ജിന്നും ശൈത്താനും മുഴുവനും കൂടി പള്ളിപ്പറമ്പിലെ പള്ളിക്കാട്ടിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറകളെപ്പോലും ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്ന ജാഹിലിയത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ വളരെ പീഡനങ്ങൾ അനുഭവിച്ചത് സത്യത്തിൽ ഇന്ന് പത്രങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ തലമുറയിലുള്ള നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ പൗരോഹിത്യത്തിൽ നിന്ന്, മതത്തിന്റെ മേലാളന്മാരിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്നത്. അവർ എഴുതാൻ പാടില്ല, അവർ പഠിക്കാൻ പാടില്ല, അവരെ പള്ളിയിൽ പോകാൻ പാടില്ല, അവർ മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമിന്റെ ഫത്വകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി അവൾ എഴുത്തറിഞ്ഞാൽ അത് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ ഒരു പ്രേമലേഖനത്തിന്റെ പേരിൽ കുത്തിക്കൊന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞില്ലേ പെൺകുട്ടികൾക്ക് എഴുതാൻ വായിക്കാനും പഠിക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന്. എഴുത്ത് പഠിച്ച സുലൈഖ എന്ന പെണ്ണ് രവി എന്ന ഒരു അമുസ്ലിമിന് കത്തെഴുതിയതിന്റെ പേരിൽ ഇപ്പോൾ വധിക്കപ്പെട്ടില്ലേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. പഠനത്തിൽ നിന്ന്, വിദ്യാഭ്യാസത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് മുഴുവനും പെൺ സമൂഹത്തെ മുഴുവനും പിന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പ്രസ്ഥാനം എത്രമാത്രം വലിയ ത്യാഗങ്ങളാണ് ചെയ്തത്. സ്ത്രീകൾക്ക് പള്ളികൾ വിലക്കപ്പെട്ടതായിരുന്നു. എത്ര വാദപ്രതിവാദങ്ങൾ പുതിയ തലമുറ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ താനാളൂരിൽ നിന്നാണ് വരുന്നത്. താനാളൂരിൽ ഒരു വാദപ്രതിവാദം നടന്ന വിഷയം സ്ത്രീ പള്ളി പ്രവേശനമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു വിരോധിക്കാത്ത ഒരു കാര്യത്തെ എന്തിനാണ് നാം വിരോധിക്കുന്നത്? അള്ളാന്റെ അടിയാത്തികളെ പള്ളിയിൽ നിന്ന് നിങ്ങൾ തടുക്കരുത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ, പ്രവാചകന്റെ പള്ളിയിൽ ഭാര്യമാരും മുസ്ലിം സ്ത്രീകളും സഹാബി സ്ത്രീകളും അവർ വന്നിരുന്നെങ്കിൽ സുബഹിക്ക് പോലും മൂടുപടം പുതച്ചുകൊണ്ട് അവർ അവരുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നുവെങ്കിൽ, ജുമാക്ക് പങ്കെടുത്തിരുന്നുവെങ്കിൽ, ഒരു സഹോദരിയെ, ഒരു പെണ്ണിനെ അവന്റെ ഭർത്താവിന്റെ കൂടെ, ബാപ്പയുടെ കൂടെ, മകന്റെ കൂടെ എനിക്കിന്ന് നിർബന്ധമായ ഒരു ഫർദ് നമസ്കാരത്തിന് കോട്ടക്കൽ പള്ളിയിൽ ഹാജരാകണം, ഞാൻ നിന്റെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചാൽ, ഉമ്മ നിങ്ങൾക്ക് പള്ളി പാടില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സ്ത്രീകൾക്ക് പള്ളി നിർബന്ധമില്ല. പക്ഷെ ഒരു പെണ്ണ് ഭർത്താവിന്റെ കൂടെ വന്നു, അവൾക്ക് നിർദ്ദേശിച്ച സ്ഥലത്ത് അവൾ ചെന്ന് വലത് കാലെടുത്ത് വെച്ചു, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിച്ചു. 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചു, ഖുർആൻ ഓതി, അതിനുശേഷം ഫർദ് നമസ്കരിച്ചു. ദിക്ർ ദുആകൾ കഴിഞ്ഞ് അവൾ പുറത്തുപോയി. ഭാര്യയും ഭർത്താവും അവരൊന്നിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ആ ഭാര്യക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? ആ ഭാര്യക്ക് ഭർത്താവിന്റെ പകുതിയാണോ? ആ ഭാര്യക്ക് ഭർത്താവിന്റെ കാൽഭാഗമാണോ? ആ ഭാര്യക്ക് ഭർത്താവിനേക്കാളും കുറവാണ്? അല്ല. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ വഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലബൂന നഖീറ. വിശുദ്ധ ഖുർആൻ പറയാ, ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു സൽക്കർമ്മം നല്ല ഈമാനോട് കൂടി ചെയ്ത
ചെയ്താൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, ഒരണുമണി തൂക്കം അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല എന്ന് ഖുർആൻ പറയുമ്പോ പ്രവാചകൻ അനുവദിച്ച ഈ കാര്യത്തിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദം നടക്കുകയും അതിൽ ശക്തമായി പ്രമാണങ്ങളിലൂടെ ഈ സമൂഹത്തിനെ നേരിടുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ആ വാദപ്രതിവാദത്തിലൂടെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രസ്ഥാനമോ മുജാഹിദ് പ്രസ്ഥാനം സാധാരണക്കാർക്കിടയിൽ വേരൂന്നിയെന്ന് ചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഒരുപാട് ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ, എതിർപ്പുകൾ, കൂക്കുവിളികൾ എല്ലാം കേട്ട് ഉറച്ചു നിന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ സഹോദരന്മാരെ നമ്മൾക്ക് സമയം തികയില്ല. ഞാൻ പറയുന്നത് എന്താണ് വിഷയം എന്നറിയാമോ? അതെ, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം കൊണ്ടാണോ? നോമ്പ് കൊണ്ടാണോ? തറാവീഹ് കൊണ്ടാണോ? ഇഅ്തികാഫ് കൊണ്ടാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൊല്ലക്കാലം മക്കയിൽ പ്രബോധനം ചെയ്തപ്പോ നിർബന്ധ നമസ്കാരം അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ സക്കാത്ത് ഉണ്ടായിരുന്നില്ല, അവിടെ റമളാനിലെ നോമ്പ് ഉണ്ടായിരുന്നില്ല, അവിടെ ഇഅ്തികാഫ് ഉണ്ടായിരുന്നില്ല, അവിടെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു ന്യൂനപക്ഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സുമയ്യ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന മാറ്റം? അവിടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടോ അബദ്ധജടിലകമായി എല്ലാം ഒഴിവാക്കി അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും വിളിച്ചു പ്രാർത്ഥിക്കുവാനും സാധ്യമാകുകയാണെങ്കിൽ എല്ലാം നന്നാവും, മനുഷ്യൻ നന്നാവും. നോക്കൂ, മദ്യം അത് മദീനയിൽ വെച്ചുകൊണ്ടാണ് ഹറാമാക്കപ്പെടുന്നത്. മദ്യം 3 ഘട്ടങ്ങളിലാക്കിക്കൊണ്ടാണ്. അതിന് പ്രവാചകന് വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? പ്രവാചകന് കൂക്കുവിളി നേരിട്ടുണ്ടോ? പ്രവാചകനെ വീട് ബഹിഷ്കരിച്ചിട്ടുണ്ടോ? സഹാബിമാർ ആക്രമിച്ചിട്ടുണ്ടോ ആളുകൾ? ഇല്ല. മദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളു ഷാപ്പിന്റെ മുന്നിലൂടെ ഒരു ചെറിയ കുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കള്ളുകുടിയന്മാരെ ശ്രദ്ധിക്കുക, പ്രവാചകൻ ആയത്തിറങ്ങിയിട്ടുണ്ട്, ഇന്നമൽ ഖം വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്. ഏത്? കള്ളുകുടി, ചൂതാട്ടം, അമ്പുകള്, പ്രതിഷ്ഠകള്. അലാ വൽതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? ആയത്തിറങ്ങിയിട്ടുണ്ട് എന്ന് കള്ളു ഷാപ്പിന്റെ മുന്നിലൂടെ പറഞ്ഞു പോയപ്പോൾ ആ കള്ളു ഷാപ്പിൽ ഇരുന്നു കൊണ്ട് കള്ളു കുടിച്ചിരുന്ന സത്യവിശ്വാസികൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനായ ഞങ്ങളുടെ പടച്ചവനായ റബ്ബിന്റെ നിയമം വന്നിരിക്കുന്നത് കൊണ്ട് കള്ളിത ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് മദീന മദ്യമുക്ത മദീനയായി കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിൽ സഹോദരന്മാരെ, ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസശുദ്ധിയാണ്. ആ വിശ്വാസശുദ്ധിയാണ് ഈ റമളാനിൽ നാം നേടിയെടുക്കേണ്ടത്. ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീൽ ഖുർആൻ. ഖുർആനിൽ നോമ്പിനെ പറ്റി പറയുന്ന ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ റമളാനുമായി ഖുർആനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരായത്ത് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം അയ്യാമൻ മഅദൂദാത്ത് ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതിനുശേഷം പറയുന്ന ആയത്തേതാ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാ ഇദാ ദഅൻ ഫലസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. റമളാനിൽ നോമ്പ് നോൽക്കുന്നവർ, തറാവീഹ് നമസ്കരിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ അമല് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ, പരലോകത്ത് ഉപകാരപ്രദമാണെങ്കിൽ, വഇദാ സഅലക ഇബാദി അന്നി, അല്ലാഹ് എവിടെയാണ്? അല്ലാഹ് ആരാണ്? അല്ലാഹ് എങ്ങനെയുള്ളതാണ്? പഠിക്കണം പ്രമാണങ്ങളിലൂടെ. എന്റെ അടിമകൾ എന്നോട് വന്ന് ചോദിക്കും, അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാണ്? ദൂരത്താണെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കെ വിളിക്കാമായിരുന്നു, അടുത്തായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പതുക്കെ വിളിക്കാമായിരുന്നു. അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹൃദയത്തിന്റെ ഉള്ളിൽ ശുദ്ധീകരിക്കേണ്ട അടിസ്ഥാനപരമായ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ഇന്നി ഖരീബുൻ, ഞാൻ അടുത്തവനാണ്, സമീപത്തുള്ളവനാണ്, ഏറ്റവും അടുത്തവനാണ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ അടുത്തത്, എന്റെ ഭാര്യയേക്കാൾ, എന്റെ മക്കളേക്കാൾ, എന്റെ വാപ്പയേക്കാൾ, ലോകത്തുള്ള മുഴുവൻ എനിക്കുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അതിനേക്കാളും ജീവനാഡിയോളം ബന്ധപ്പെട്ടവനാരാ? അടുത്തുള്ളവനാരാ?
സമീപസ്തുലവുന, അതെന്റെ തമ്പുരാനായ റബ്ബാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് റമദാനിൽ നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാരണം അള്ളാഹുവാണ്. ഈ ഒരു ആശയം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചാൽ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് കേരളത്തിന്റെ മാറ്റം. അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം ഈ പ്രസ്ഥാനം ഇവിടെ ഉയർത്തിയപ്പോൾ അതിലേക്ക് ആകൃഷ്ടരായ ആളുകൾ അത് വിശ്വസിക്കാൻ തയ്യാറായി. ദുർബലന്മാരായ ആളുകൾ, കച്ചവടക്കാരായ ആളുകൾ, മത്സ്യപിടുത്തക്കാരായ ആളുകൾ, ഇവിടെ ഉദ്യോഗസ്ഥന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാർ അള്ളാഹുവിന്റെ ഈ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ചുറ്റും വന്നു. അങ്ങനത്തെ പടർന്ന് പന്തലിച്ചു പോയി. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസിഡന്റ് ആരായിരുന്നു അറിയോ? മർഹൂം ഡോക്ടർ ഉസ്മാൻ സാഹിബ്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഈശ്വരനില്ല, പടച്ചവനില്ല എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദിൽ ആകൃഷ്ടമായി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് സാത്വികനായ, തഖ്വയുള്ള, ഒരു ഉന്നതനായ, വിദ്യാസമ്പന്നനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരുപാട് കൊല്ലങ്ങൾ അദ്ദേഹം നിലനിന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാനത്തിലേക്ക് ആർക്കും കടന്നു വരാം. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. അവന്റെ വിശ്വാസം അത് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം എന്ന ഈ ആശയമാണ്. ഇതാണ് സഹോദരന്മാരെ എതിർപ്പിന് ആവശ്യം. എല്ലാം നന്ന് മുജാഹിദായി എന്ന് മാത്രമുള്ളൂ അവന്റെ കുറ്റം. ഈ ഇരിക്കുന്ന പല ചെറുപ്പക്കാരെ പറ്റി സമൂഹത്തിലുള്ള ആളുകൾ പറയുന്നതാണ്, ആള് എന്തൊരു ശുദ്ധനാണെന്നറിയോ, സാമ്പത്തിക വിശുദ്ധി എന്താണെന്നറിയോ, എന്തൊരു നല്ല സംസാരമാണെന്നറിയോ, എന്തൊരു പെരുമാറ്റാണെന്നറിയോ. പക്ഷെ ഒരൊറ്റ കുഴപ്പം മാത്രമേ അവനുള്ളൂ, അവൻ അള്ളാഹനെ മാത്രം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അതെ, ഇത് തന്നെയായിരുന്നു പ്രവാചകന്മാർക്കും സഹാബത്തിനും മുൻകാല പണ്ഡിതന്മാർക്കും സമൂഹത്തിൽ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീരം മക്കയിലെ കഅബയുടെ അടുത്ത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സുജൂദ് ചെയ്യുമ്പോ അവിടെ കൊണ്ടുവന്ന് 2-3 ദിവസം മുമ്പ് ചത്ത ഒരു ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ പെറുക്കി കൊണ്ടുവന്നുകൊണ്ട് സാഹസികമായി സുജൂദ് ചെയ്യുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചാർത്തുകയും ചുറ്റു നിന്നുകൊണ്ട് ഖുറൈശ് നേതാക്കന്മാർ കൈയടിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചരിത്രത്തിൽ കാണാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്ത് പൊക്കാൻ സാധിക്കില്ല. കാരണം ചെറിയ മൃഗത്തിന്റേതല്ല, ഒരു ഒട്ടകത്തിന്റെ കുടൽമാല എത്രമാത്രം ഭാരമുണ്ടാവും, അതും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ളത്. അത് പ്ലാൻ ചെയ്തുകൊണ്ട് പ്രവാചകന്റെ കഴുത്തിൽ ചാർത്തി അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ ദൂരെ നിന്നും കാഴ്ച കണ്ട് പൊന്നുപ്പാന്റെ അടുത്തേക്ക് ഓടി വന്നു. മാറി നിന്ന മനുഷ്യന്മാരെ മുഖത്ത് നോക്കി പൊന്നുപ്പയുടെ കഴുത്തിൽ നിന്ന് ആ കുടൽമാലകൾ നീക്കിക്കൊണ്ട് ആ പ്രവാചകന്റെ കഴുത്ത് തല ഉയർത്താൻ ആ മകൾ സഹായിച്ച രംഗം സഹോദരന്മാരെ നാം ഓർക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? പ്രവാചകൻ പറഞ്ഞതെന്താ? കാണുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹം, ലാത്തയുടെ വിഗ്രഹം, മലക്കുകള്, ജിന്നുകള്, അവരെല്ലാം അള്ളാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ശക്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞതിന്റെ പേരിലാണ് ആ പ്രവാചകന്റെ കഴുത്തിൽ കുടൽമാലകൾ ചാർത്താൻ അവർ തയ്യാറായത്. ഒരു സദ്യക്ക് ഉബയ്യിബ്നു മോഹിത്ത് എന്ന് പറയുന്ന ഒരാൾ ആ പ്രവാചകന്, അള്ളാഹുവിന്റെ പ്രവാചകനെ ക്ഷണിക്കുകയാണ് വീട്ടിക്ക്, ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുകയാണ്. ആ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ യാഗത്വം അംഗീകരിക്കാത്ത നിങ്ങളെ വീട്ടിക്ക് ഞാൻ വരികയോ? അയാൾ ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചെല്ലാണ്. അത് ചെല്ല് പ്രവാചകനെ സദ്യയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഉഖബത്ത്. ആ ഉഖബത്ത് ഈ വിവരം അറിഞ്ഞു. എന്റെ കൂട്ടുകാരൻ അവന്റെ വീട്ടിലേക്ക് പ്രവാചകനെ ക്ഷണിച്ചിട്ടുണ്ട്, അവൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന്. ഉടനെ ഓടിച്ചെന്ന് ഉബയ്യിനോട് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ഹറാം, എന്റെ മുഖവും നിന്റെ മുഖവും ഇന്നു മുതൽ കാണാൻ പാടില്ല. ഉബയ്യ് ചോദിച്ചു, എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, നീ മുഹമ്മദിൽ വിശ്വസിച്ചു, അത് തെറ്റാണ്. ഞാനും നീയും ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യണം. എന്താണ് ഉഖബത്ത് ഉബയ്യിനോട് പറഞ്ഞെന്നറിയോ? ആളുകൾ കൂടി നിൽക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദ് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ നോക്കി നിൽക്കെ അവന്റെ മുഖത്തിന് ചവിട്ടണം, മുഖത്തടിക്കണം, കാർക്കിച്ച് തുപ്പണം.
അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഉക്ബത്ത് എന്ന് പറയുന്ന ഞാനും ഉബയ്യ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഈ ബന്ധം നിലനിൽക്കുകയുള്ളൂ. ഒരു പ്രവാചകൻ അനുഭവിച്ച തീക്ഷ്ണമായ അപമാനം. സഹോദരന്മാരെ, നോമ്പ് തോറ്റുകൊണ്ടിരിക്കുന്ന ഇഅ്തികാഫിലുള്ള നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ആ പ്രവാചകൻ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഉബയ്യിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആളുകൾ നോക്കി നിൽക്കെ അതിഥികളെ സൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തടിക്കുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്തത് ചരിത്രത്തിന്റെ ലിപികളിൽ നമുക്ക് വായിച്ചറിയാം. എന്തിനു വേണ്ടി ആ പ്രവാചകൻ ഇത് സഹിച്ചു എന്നത് അല്ലാഹുവിന്റെ ദീന്, പടച്ചവന്റെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചതെങ്കിൽ കേരളത്തിൽ ഇന്നീ കാണുന്ന വളർച്ചകളും ഇന്നീ കാണുന്ന പുരോഗതികളും ഇതിനെതിർത്തിരുന്നവർ വരെ ഈ പ്രസ്ഥാനം പറഞ്ഞിരുന്ന പല വിഷയങ്ങളും ചാണിന് ചാണായും മുടത്തിന് മുടമായും അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മുമ്പ് പോയി നടന്നുപോയ ഒരു സമൂഹം ദുർബലന്മാരായ പാവങ്ങളായ കുറെ പണ്ഡിതന്മാരും നേതാക്കന്മാരും സാധാരണക്കാരും വിയർപ്പൊഴിക്കുന്നതിന്റെ പ്രതിസന്ധികൾ സഹിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ അനുഭവിക്കുന്നത് എന്ന് ഈ പ്രസ്ഥാനത്തെ പറ്റി ചരിത്രപരമായി പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ബദഅ അൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഖുറബാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇസ്ലാം കടന്നു വന്നത് അപരിചിതമായി കൊണ്ടാണ്. അത് അപരിചിതമായി കൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് അപരിചിതന്മാർക്ക് മംഗളമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന് ഒരാളും ഈ കൂടിയിരിക്കുന്നവർ സംശയിക്കരുത്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, എത്ര വിഭാഗമാണ്? അതേ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ആദർശം അത് വെച്ച് പുലർത്തുന്നുണ്ട് എന്നതാണ് ശത്രുക്കൾ പോലും ഈ പ്രസ്ഥാനത്തിനെ പറ്റി പറയുന്നത്. എന്തിനാണ് ഇത്ര വാശി, എന്തിനാണ് ഇത്ര ഗൗരവം, എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്ര കർക്കശമായ ഒരു സ്വഭാവമെന്ന്? സഹോദരന്മാരെ, ഈ കർക്കശത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയോ? അടുത്ത തലമുറക്കെങ്കിലും ശുദ്ധമായ തൗഹീദ് അത് കൈമാറ്റം ചെയ്യാൻ നമുക്കായിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മക്കൾ, പിൻതലമുറ അല്ലാഹുവിന്റെ ഈ ദീനിൽ നിന്ന് അകന്നു പോകും. അവർ ശിർക്കിലേക്ക് പോകും. ശിർക്കാണ് ഏറ്റവും വലിയ ആക്രമണം എന്നത്. ആ ശിർക്ക്, ആ തൗഹീദ് അത് ജനകീയമായി ചർച്ച ചെയ്ത ഇന്ത്യയിലെ ലോകത്തുള്ള ഒരു സംസ്ഥാനം അത് കേരളം മാത്രമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലാണ് സ്റ്റേജ് കെട്ടി കോട്ടക്കൽ അങ്ങാടി പരിസരങ്ങളിൽ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഈ തൗഹീദും ശിർക്കും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ, ഖണ്ഡന പ്രസംഗങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഈ കേരളത്തിൽ മാത്രമാണ് നടന്നത്. അതിന്റെ മാറ്റങ്ങളാണ് സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് കേരളമല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇന്നും അധപ്പതനത്തിന്റെയും പരാജയത്തിന്റെയും മുഖ്യ കാരണം. ദീന് കൈകാര്യം ചെയ്യാൻ, ദീന് പഠിപ്പിക്കാൻ, പ്രമാണങ്ങൾ ധരിക്കാൻ, അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ, ഇസ്ലാമിന്റെ മുഖം അത് സുന്ദരമായ രൂപത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ ആരുടെയും മുഖം നോക്കാതെ, ആരുടെയും മുഖം നോക്കാതെ, ആരുടെയും ഇഷ്ടം നോക്കാതെ കൃത്യമായി ആ ധർമ്മം നിർവഹിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഈ അടിത്തറയുള്ള ഈ പ്രസ്ഥാനം മാത്രമാണ് എന്ന് പഠിക്കുന്ന ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പല വിഭാഗങ്ങൾ ഇതിൽ നിന്ന് ഓരോ കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ പറയുന്നത് അധികാരത്തിന് വേണ്ടിയാണ്, ചിലർ പറഞ്ഞ പണം കൂടിയപ്പോഴാണ്, ചിലർ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല സഹോദരന്മാര്, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവാചകന്മാർ ഏറ്റെടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൃത്യമായ ഒരു ആദർശം അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ഒരിക്കലും അത് വികലമാക്കപ്പെടാൻ പാടില്ല, വ്യതിചലിക്കാൻ പാടില്ല എന്ന കൃത്യമായ കാർക്കശ്യബോധം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. ജിന്നുവാദം ഈ അടുത്ത ദിവസ കാലങ്ങളിലായി പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സഹോദരന്മാരെ, അള്ളാന്റെ അടിമക്കല്ല പോരെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എവിടെ പോരെന്ന, എവിടെ പോരെന്ന? അള്ളാഹു
അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോലെ പ്രതിസന്ധികളിൽ കുട്ടികളില്ലാതിരുന്നാൽ, അപകടത്തിൽപ്പെട്ടാൽ, വെള്ളത്തിൽ മുങ്ങിത്താവുമ്പോ, മരുഭൂമിയിലാകപ്പെട്ടാൽ, ഇരുട്ടത്തകപ്പെട്ടാൽ, ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും മനുഷ്യ കടുകളെ അവസാനിക്കുന്നിടത്ത് അള്ളാന്റെ അടിമക്ക് അല്ലാഹു പോരെ. എന്റെ ഉത്തരം എന്താ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്ക് എന്റെ ജീവനാടിയേക്കാളും സമീപസ്ഥനായ എന്റെ റബ്ബുണ്ട്, എനിക്ക് എന്റെ റബ്ബ് മതി എന്നത് മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കുക. ആ അടിത്തറക്കാണ് കോട്ടം പറ്റുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ, ഒരു മനുഷ്യൻ ഇരുട്ടത്ത്, വെളിച്ചമില്ല, വഴിയറിയുന്നില്ല, ഒരാൾ വെള്ളത്തില് മുങ്ങിപ്പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങിപ്പൊന്തുന്ന വെളിച്ചം കാണാതെ, വഴിയറിയാതെ പ്രയാസത്തിലകപ്പെടുന്ന ഒരു മുസ്ലിം എന്ത് ചെയ്യണം? മുജാഹിദ് പ്രസ്ഥാനം വളർത്തിയെടുത്തത് എന്താ? മുജാഹിദ് പ്രസ്ഥാനം വളർത്തിയെടുത്തത് എന്താ? അവിടെ മനുഷ്യരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിനി. ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും. ഇല്ലെങ്കിലോ മനുഷ്യ കടിവുകൾ അവസാനിക്കുന്നിടത്ത് എനിക്കെന്റെ റബ്ബുണ്ട്, എനിക്കെന്റെ പടച്ചവൻ, എനിക്കെന്റെ രക്ഷിതാവ്, എന്റെ റബ്ബ് എന്നെ സഹായിക്കും. ഈ ഇരുട്ടത്ത് എനിക്കൊരു വെളിച്ചം കാണിച്ചു തരാൻ, എനിക്കൊരു വഴി കാണിച്ചു തരാൻ, മുങ്ങിപ്പൊന്തുന്ന ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്കെന്റെ റബ്ബുണ്ട് എന്ന് ഒരു മുജാഹിദ് പ്രവർത്തനം കൊണ്ട് പറയുക മാത്രമല്ല, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ്. അവിടെ ഹയ്യും ഖാദിറും മുസ്ലിമുമായ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, ജിന്നെ എനിക്കൊരു വെളിച്ചം തരുമോ, എനിക്കൊരു വഴി കാണിക്കുമോ, എന്നെ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നൊരു മുസ്ലിം ചോദിച്ചാൽ, സഹായം തേടിയാൽ അതെന്തല്ല, ശിർക്കല്ല, പ്രാർത്ഥനയല്ല എന്നാണ് ഇവിടെ ജിന്നുവാദികൾ പറഞ്ഞതല്ല, എഴുതി കൊടുത്തതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതിക സൃഷ്ടിയും അദൃശ്യ സൃഷ്ടിയുമായ ജിന്നുകൾ അവന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് ശിർക്കല്ല, മറിച്ചെന്താ, ഹറാമും വസീലത്തു ശിർക്കുമാണ് എന്നൊരു വാദം ഇവിടെ ഉണ്ടാകുകയും ആ വാദത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യൻ ജിന്നുകളോട് നടത്തുന്ന സഹായതേട്ടത്തിൽ ശിർക്കായതും ശിർക്കല്ലാത്തതുമുണ്ട് എന്നിവിടെ ഉദ്ഘോഷിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, വ്യക്തികളെയോ പണ്ഡിതന്മാരെയോ നേതാക്കന്മാരെയോ ഒരാളെയും തന്നെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക സ്നേഹമോ പ്രത്യേക വെറുപ്പോ ഈ പ്രസ്ഥാനത്തിലില്ല. മറിച്ച് ആദർശ ശുദ്ധിയുണ്ടോ, അവന്റെ എത്രമാത്രം താഴ്ന്നവനായാലും എത്രമാത്രം വിവരമില്ലാത്തവനായാലും തൗഹീദുള്ള ഒരു മനുഷ്യനെ കൂട്ടിപ്പിടിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. 25 കൊല്ലം വാദപ്രതിവാദം നടത്തിയ ഒരു മനുഷ്യൻ, ഒരു സുപ്രഭാതത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മനുഷ്യൻ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ 25 കൊല്ലത്തെ നിന്റെ സർവീസ് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഒരു ലവലേശം വകവെക്കാതെ പുറത്താക്കും. കാരണം മാ തഅബുദൂന മിൻ ബഅദി അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അടുത്തൊരു തലമുറ ഇത് കാത്തിരിക്കുകയാണ്, ശുദ്ധമായ തൗഹീദ്. ആ തൗഹീദിൽ വെള്ളം ചേർക്കുന്ന അന്ധവിശ്വാസം, ജിന്നിനോടുള്ള സഹായത്തേട്ടം ഈ പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നാൽ ഈ പ്രസ്ഥാനം സമ്മതിക്കില്ല. കാരണം വമൻ യുശ്രിക് ബില്ലാഹ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്ന നരകം ഉറപ്പുവരുത്തുന്ന ശിർക്കിന്റെ ഒരു ലവലേശം ജീവിതത്തിൽ വന്നു പോയാൽ എല്ലാം ബാത്തിലായി. സഹോദരന്മാരെ, രാത്രി നമസ്കരിച്ച് കാലിൽ നീര് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രവാചകന്റെ ഭാര്യ ചോദിക്കാണ്, എന്തിനത്ര കഷ്ടപ്പെടുന്നത്? അദ്ദേഹം പറയാണ്, അഫലാ അകുന അബ്ദൻ ശകൂറ. കേട്ടതല്ലേ, പഠിച്ചതല്ലേ, ആ പ്രവാചകൻ അമല് ചെയ്ത പോലെ, ആ പ്രവാചകൻ നമസ്കരിച്ച പോലെ, ആ പ്രവാചകൻ നോമ്പ് നോച്ച പോലെ, ആ പ്രവാചകൻ ദിക്ർ ചൊല്ലിയ പോലെ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ, നമസ്കരിച്ചു? എന്നിട്ടും അള്ളാഹു ആ പ്രവാചകനോട് ശക്തമായ രൂപത്തിൽ ഒരു താക്കീത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായിരുന്നു ആ താക്കീത്? മുഹമ്മദ് നബിയെ, നിങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്, കൂടുതൽ നമസ്കരിക്കുന്നവനാണ്, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ്, പ്രപഞ്ച ലോകത്തെ അഷ്റഫുൽ ഖൽഖാണെങ്കിലും ശിർക്കിന്റെ ഒരു ലവലേശം, ശിർക്കിന്റെ ഒരു അണുമണി തൂക്കം മുഹമ്മദ് നബിയെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയാൽ, ഉണ്ടായിപ്പോയാൽ
രാത്രിയുള്ള മുഴുവൻ നമസ്കാരം, നോമ്പും സക്കാത്തും, മുഴുവൻ സൽക്കർമ്മങ്ങളും പാടാതിപ്പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നരകത്തിൽ പോണ്ടി വരും മുഹമ്മദ് നബിയെ എന്ന് അല്ലാഹു പ്രവാചകനോട് വാണിംഗ് നൽകിയിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ അന്നും ഇന്നും എന്നുമുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും കടന്നു വരാം, ആർക്കും ഇതിനെ പരിശോധിക്കാം. ഇതിന്റെ ആദർശത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ, സംശയം ഉണ്ടാക്കാൻ, വസുവാസം ഉണ്ടാക്കാൻ, ആദർശത്തിൽ എന്തെങ്കിലും കളങ്കം ഉണ്ടാക്കാൻ അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മഖ്ലൂഖിനും സാധ്യമല്ല എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കാം. അഹങ്കാരത്തിന്റെ വാക്കല്ല അത്, അഹംഭാവത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ വാക്കല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനെ കലർപ്പില്ലാതെ പ്രവാചകന്മാരിലൂടെ പ്രബോധനം ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മാത്രമുള്ളൂ. അതിൽ കലർപ്പുകൾ ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ചിലർക്ക് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വാതിലുകൾ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. കടന്നു വരാൻ വാതിലുകൾ ഒരിക്കലും പ്രസ്ഥാനം കൊട്ടിയടച്ചിട്ടില്ല, മറിച്ച് വാതിലുകൾ രണ്ടും തുറന്നുകൊണ്ട്, എല്ലാ വാതിലുകളും തുറന്നുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വാഗതം ചെയ്ത് കടന്നു വരുന്നവർ ഇത്തരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഒരിക്കലും തന്നെ വെച്ച് വെറുപ്പിക്കില്ല. അതുകൊണ്ട് യുവാക്കളെ, വിദ്യാർത്ഥികളെ, സാധാരണക്കാരെ, സഹോദരിമാരെ, ഈ റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ അട്ടപ്പാടി കിടക്കുന്ന വളരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദ്യാർത്ഥികളും നമ്മുടെ നാടുകളിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഈ ഗവൺമെന്റ് തരുന്ന ആനുകൂല്യങ്ങളും ഇവിടെയുള്ള അവകാശങ്ങളും വകവെച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനത്തിലിറങ്ങാൻ ഈ കോട്ടക്കലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് വന്ന യുവാക്കളെ പിറകോട്ട് നിൽക്കല്ലേ, നിങ്ങളെയാണ് ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരിക്കലും പിറകോട്ട് പോകല്ലേ. അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും കയ്യിലേന്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ സമാധാനത്തോടുകൂടി മതപ്രബോധനം നടത്തുന്ന പ്രബോധന പ്രവർത്തനം നമുക്ക് നടത്തണം. ഇനിയും പള്ളികൾ വേണം, ഇനിയും മദ്രസകൾ വേണം, ഇനിയും സ്ഥാപനങ്ങൾ വേണം. ഈ പ്രായമുള്ള KNM-കാർക്ക് ആശ്വാസമുള്ളത് ഇവിടെയുള്ള ചെറുപ്പക്കാരാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോ റബ്ബേ, ഞങ്ങളൊരു സമൂഹത്തെ, ഞങ്ങളൊരു യുവാക്കളെ, ഒരു കൂട്ടത്തെ ഞങ്ങൾ ഇവിടെ വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത് എന്ന ബോധം നമ്മുടെ പ്രായമുള്ള പ്രവർത്തകന്മാർക്കുണ്ടാകണം. അങ്ങനെ ഈ ബാറ്റ് അടുത്ത തലമുറക്ക് കൈമാറി, അടുത്ത തലമുറക്ക് കൈമാറി ലോകാവസാനം വരെ സ്വർഗത്തിലേക്ക് പോകുന്ന, നരകം കൊട്ടിയടക്കപ്പെടുന്ന ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടാൻ, അതിനുവേണ്ടി സ്നേഹിക്കാൻ, അതിനുവേണ്ടി സന്ദർശിക്കാൻ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.